ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ നീ എക്സ്പെക്ട് ചെയ്യുന്നത്, ആ പ്രതീക്ഷയോടെ ഇരിക്കുന്നത്, വാങ്ങ് കൊടുത്തിട്ട് ഇഖാമത്തിനെ കാത്തിരിക്കുന്ന ഇരുത്തം, ഇതെല്ലാം നിന്റെ ദോഷം പൊറുക്കാനുള്ളതാണ്. വാങ്കല്ലേ കൊടുത്തിട്ടുള്ളൂ, ഇഖാമത്തിന് ഇനിയും 20 മിനിറ്റ് ഉണ്ടല്ലോ, അപ്പോ പോകാം പീടികയിൽ നിന്ന് പള്ളിയിലേക്ക്. ഇഖാമത്തിനായോ സമയമായിട്ടുണ്ടല്ലോ, 2 മിനിറ്റേ ഉള്ളൂ, ഉടനെ തന്നെ പോരാമെന്നുള്ളത് മാറ്റിവെച്ചിട്ട് വാങ്ക് കൊടുത്തപ്പോഴേക്ക് പള്ളിയിലെത്തി സുന്നത്ത് നിസ്കരിച്ച് അവൻ നിസ്കാരത്തെങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പൊ ഇഖാമത്ത് കൊടുക്കണം, എന്നിട്ട് വേണം എനിക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ. മോനെ, ആ സമയമുണ്ടല്ലോ, നീ ആ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഇരുത്തമുണ്ടല്ലോ, നീ ആഖിറത്തിലേക്ക് ഒരുക്കുകയാണ്. ആ വെയിറ്റിംഗ് വലിയ പ്രതിഫലമുള്ളതാണ്. ഡോക്ടറുടെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ടോക്കൺ നമ്പർ ഒന്ന് തെളിഞ്ഞു വരുന്നത് കാണാൻ ആ സീറ്റിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഇരുത്തം നിനക്ക് അത്ര വലിയ സബറുണ്ടാകൂല. അതൊന്നും മാറി മറിയുന്നതിൽ വേഗത വേണമെന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. ആ ഇരുത്തത്തിന് വലിയ ചടപ്പുണ്ടെങ്കിലേ നിന്റെ ഈ സ്വലാത്ത് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള, നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഇരുത്തമുണ്ടല്ലോ, അത് നിന്റെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വുളൂ ചെയ്തോ, കൈകാലുകൾ നീട്ടിക്കഴുകിക്കോ. നിന്റെ കൈകാല് നീട്ടിക്കഴുകുന്നുമ്പോ അതിലൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. ആ ഒലിച്ചിറങ്ങലിലൂടെ നിന്റെ ദോഷം പൊറുക്കുന്നുണ്ട്. മുഖം കഴുകുമ്പോ നീട്ടിക്കഴുകിയിട്ട് താടിരോമത്തിലൂടെ വെള്ളം ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. നിന്റെ കണ്ണുകൊണ്ട് കണ്ട തെറ്റല്ല പുറത്തു തരികയാണ്. കൈ ഇങ്ങനെ കഴുകുമ്പോ മുട്ടും കൈയിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. കൈകൊണ്ട് ചെയ്ത തെറ്റല്ല പുറത്തു തരുന്നതാണ്. അള്ളാഹു വെച്ച ഓഫറാ, അടിമയോട് കരുണയുള്ള റബ്ബ് വെച്ച നിലപാടാണ്. അതുകൊണ്ട് വുളൂ ചെയ്യുമ്പോ കരുതിക്കോ, റബ്ബേ എന്റെ പുറം ശുദ്ധിയാകുന്നുണ്ട്, അതുപോലെ എന്റെ ഉള്ളും നന്നാക്കണേ അല്ലാ. അതുപോലെ കണ്ണും കാതും അവയവങ്ങളും മുഴുവനും റമദാനല്ലേ, നല്ലോണമൊന്ന് പരിഗണിച്ച് പരിശീലിക്കും മുഅ്മിനേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലൈസൽ മുഅ്മിനു ബിത്ത്ആനി വലൽ ലആനി വലൽ ഫാഹിഷി വലൽ ബദീ വലൽ ബദീ. ഒരു മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യൻ, അവന്റെ നാവിനെ കെയർ ചെയ്യുന്നവനാണ്. അവൻ ആരെയും കുത്തുവാക്ക് പറയൂല, ആരെയും മനസ്സിനെ വേദനിപ്പിക്കൂല, ആരെയും ചീത്ത പറയൂല, ഗീബത്ത് നമീമത്ത് പറയൂല, ആരെയും ആക്ഷേപം പറയാനില്ല. അവനാ മുഅ്മിന്, അവനാണ് യഥാർത്ഥ മുസ്ലിം. നാവിനെ സൂക്ഷിക്കാൻ കഴിയോ, കണ്ണിനെ സൂക്ഷിക്കാൻ കഴിയോ, അവയവങ്ങളെ തെറ്റിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയോ? നമ്മുടെ നോമ്പാണ് നോമ്പ്. അല്ലാതെ വെറുതെ വയറ് പട്ടിണി കിടക്കൽ കൊണ്ട് നോമ്പാകുമെന്നാരും കരുതണ്ട. എല്ലാ അവയവങ്ങളും സൂക്ഷിക്കണം. പ്രത്യേകിച്ച് നാവിനൊന്ന് ബ്രേക്ക് ഇടാൻ കഴിഞ്ഞാൽ, മോനെ, നീ ഏറെ ഇബാദത്തൊന്നും ചെയ്തില്ലെങ്കിലും ഒരാളെ കുറിച്ചും നിന്റെ നാവ് കൊണ്ട് ഇല്ലാത്തത് പറയുന്നില്ല, ഉള്ളത് തന്നെ ചീത്ത പറയുന്നില്ല, ഗീബത്ത് പറയുന്നില്ല, കളവ് പറയുന്നില്ല, വേദനിപ്പിക്കുന്നില്ല. നാവ് കൊണ്ട് നല്ലതേ പറയുന്നുള്ളെങ്കിൽ മതി കേട്ടോ. അത് തന്നെയാ ഏറ്റവും വലിയ ആരാധനയുള്ളത്. മുഅ്മിനിന്റെ ക്വാളിറ്റി അതാണ് മുത്തുനബി എണ്ണി പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എൻ്റെ വാക്ക് ചുരുക്കി ഒറ്റ സംഭവം പറയാം. അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലണം, കരഞ്ഞു പറയണം. ഇനിയുള്ള ദിവസങ്ങൾ അതിനു വേണ്ടി പ്രത്യേകം സജ്ജമാക്കി വെച്ചതാണ്. അത്താഴത്തിന് എണീറ്റിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലി ഒന്ന് കരയണം. ചെയ്തു പോയത് വന്നുപോയത് മുഴുവനും ഒന്ന് ഓർത്തെടുക്കണം. കരഞ്ഞ് കലങ്ങി തന്റെ ഖൽബൊന്ന് കഴുകിക്കളയണം. അല്ലാ ഇസ്തിഗ്ഫാർ കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നുമില്ല. ഫഖുൽ തസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ.
അള്ളാന്റെ ഖുർആനല്ലേ പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാ നിഅമത്തും കിട്ടും കേട്ടോ ഇസ്തിഗ്ഫാർ കൊണ്ട്. എന്ത് ആഗ്രഹമുണ്ടോ ചോദിച്ചോ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട്. മക്കളെ വേണോ, മഴ വേണോ, വാഹനം വേണോ, വീട് വേണോ, കടം വീടണോ, രോഗം മാറണോ, സർവ്വതിനും മരുന്നാണ് ഇസ്തിഗ്ഫാർ. ചൊല്ലാം നമുക്ക്, ധാരാളമായി ചൊല്ലാം നമുക്ക്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അറിയാലോ, നമുക്ക് പേര് കേട്ട പണ്ഡിതനാണ്, ലോക പണ്ഡിതനല്ലേ, ഹംബലി മദ്ഹബിന്റെ ഫൗണ്ടർ അല്ലേ. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ നാട് വിടുകയാണ്, യാത്രയിലാണ്, ദീർഘദൂരം സഞ്ചരിച്ച് രാത്രിയായപ്പോൾ കിടക്കാൻ ഒരു ഇടം കിട്ടണം. പള്ളിയിൽ കയറി ആ പള്ളിയിലെ ഒരു ജോലിക്കാരനെ കണ്ടിട്ട് ചോദിച്ചു, എനിക്ക് ഇവിടെ ഒന്ന് കിടക്കാൻ ഒരല്പം സ്ഥലം തരുമോ? പള്ളിയിലൊന്ന് കിടക്കട്ടെ ഞാന്. പള്ളികൾ അതിനാണ്, യാത്രക്കാർക്ക് പ്രത്യേകം ഒരു മുസാഫിർ ഖാനൊക്കെ തയ്യാറാക്കല്, പള്ളിയുടെ കീഴിലുണ്ടാകല് വളരെ നല്ലതാണ്. മുസാഫിരീങ്ങളെ പരിഗണിക്കത് ഇസ്ലാമിന്റെ ഒരു കൾച്ചറാണ്. യാത്രക്കാർ അവർ വല്ലാത്ത സഹായം പ്രതീക്ഷിക്കുന്നവരാണ്, വലിയ സാന്ത്വനം പ്രതീക്ഷിക്കുന്നവരാണ്. അവർക്ക് അത്താണിയാകണം പള്ളികൾ. അവരൊന്ന് കയറിയിട്ട് ഫാനിട്ടൊന്ന് കിടന്നിരുന്ന് ഒന്ന് ക്ഷീണം മാറ്റിയതിന്റെ പേരിൽ ആരും കച്ചറ കൂടരുത്. എന്തടോ ഫാൻ നിസ്കരിക്കാനുള്ളതല്ലേ എന്നെടുത്ത് പറയരുത്. പള്ളികൾ സമാധാനത്തിനാണ്, ദിക്റ് ചൊല്ലിക്കോട്ടെ. ആ സാധു ഒന്ന് കയറിയിട്ട് ഫാനിട്ടൊന്ന് ഇരുന്ന് തണുപ്പ് കൊണ്ടിട്ടൊന്ന് ആശ്വാസം കൊണ്ടോട്ടെ. എത്രയാ നമ്മൾ ചെലവഴിക്കുന്നത്, എന്തെല്ലാം വിധേനയാ കാശ് പോകുന്നത്. ഒന്ന് കിടന്നു കൊള്ളട്ടെ, അല്ലെങ്കിൽ മുസാഫിറിന് വേണ്ടി പ്രത്യേകം ഒന്ന് സജ്ജമാക്ക്. നമ്മൾ മുസല്ല നിസാ ഉണ്ടാക്കാറുണ്ട്, പുതിയതാണെങ്കിലും നല്ലത് തന്നെയാണ്. അതേ മുസാഫിരീങ്ങളായ സ്ത്രീകൾ ധാരാളമായി പണ്ടത്തേക്കാൾ വർദ്ധിച്ച് അവര് നിസ്കാരം നഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അവർക്ക് പ്രത്യേകം നിസ്കരിക്കാൻ ഒരു സ്ഥലം തയ്യാറാക്കി. അതുകൊണ്ട് കുറച്ചാളുകളൊക്കെ നിസ്കരിക്കാൻ കയറുന്നു. അല്ലെങ്കിൽ യാത്രക്കാരായ അത്ര ആളുകളെ നിസ്കാരമാ നഷ്ടപ്പെട്ടു പോകുന്നത്. മുസാഫിരീങ്ങളെ പരിഗണിക്കണം. ഈ പള്ളിക്കാരനോട് ചോദിച്ചു, ഞാനൊന്ന് കിടന്നോട്ടെ മോനെ. പറ്റൂല എന്നാണ് അയാളെ മറുപടി. എനിക്ക് കിടക്കാൻ സ്ഥലം വേണ്ട, ഒന്ന് നേരം വെളുക്കോളൊന്ന് നിൽക്കാൻ സ്ഥലം കിട്ടിയാ മതി. ഞാനൊന്ന് ഇവിടെ നിന്ന് നിസ്കരിച്ചോളാം. എനിക്കിവിടെ നിന്ന് പള്ളി പൂട്ടാതെ, അല്ലെങ്കിൽ മോനെ പൂട്ടിക്കോ, എന്നെ അകത്താക്കി പൂട്ടിക്കോ എന്ന് സൗകര്യം ചെയ്തു തരുമോ? ഇല്ല, പറ്റൂല എന്ന് പറയാ മാത്രല്ല അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കുകയാണ്. വലിയ വിഷമത്തോടെ മഹാനവറുകൾ നിൽക്കുകയാണ്. ആരാണ് ഈ വന്ന ആളെന്ന് അയാൾക്കറിയില്ല. ഞാൻ ആരാന്നറിയോ മോനെ? ഞാൻ അഹ്മദ് ബിൻ ഹംബലാണെന്ന് പറയാൻ നിന്നിട്ടില്ല. അവിടെ നിന്ന് ബേജാറോടെങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരാൾ വരുന്നത്. വിഷമമുള്ള മുഖം കണ്ടപ്പോ ചോദിച്ചു, അല്ലയോ ഉസ്താദേ, എന്തേ ഇവിടെ നിൽക്കുന്നത്? വലിയ ബേജാറുണ്ടല്ലോ കൽബില്. മോനെ, ഞാൻ ദൂരെയുള്ള ആളാണ്, യാത്രക്കാരനായി ഇവിടെ എത്തിയതാണ്. ഒന്ന് തങ്ങാൻ പള്ളി ഒന്ന് സൗകര്യം കിട്ടുമോ നോക്കിയതാണ്. പക്ഷേ സൗകര്യം ലഭിച്ചില്ല. അദ്ദേഹം കയ്യും പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെയുണ്ടല്ലോ ചിലര്, ആരെങ്കിലും കണ്ടാല് വീട്ടിലെ ഭക്ഷണത്തിൽ നിന്നൊരു പകുതി അവർക്കും നൽകുന്നു. വീട്ടിലെ ഭക്ഷണത്തിൽ ആ മുസാഫിറിനെയും ഉൾപ്പെടുത്തിയിട്ട് ഇന്ന് ഞങ്ങളിട്ട അരിയില് പടച്ചോനെ ഈ സാധുവിനെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് കരുതുന്നവര്, അവരെ സൽക്കരിക്കാൻ വെമ്പല് കൊള്ളുന്ന മുഅ്മിനീങ്ങളുണ്ടല്ലോ. വലിയ പുണ്യമാണ്. ഈ സാധു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ചെറിയ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം നല്ല ഒരു റൂം ഉസ്താദിന് തയ്യാറാക്കി കൊടുക്കുകയാണ്. വീട്ടിലെ നല്ല റൂമെന്ന് അഹമ്മദ് എന്നോർക്ക് സജ്ജമാക്കിയിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഇവിടെ താമസിച്ചോളൂ. അദ്ദേഹം അപ്പുറത്ത് പണിയില്ല. അദ്ദേഹം റൊട്ടിപ്പണിക്കാരനാണ്. രാത്രി ഇങ്ങനെ റൊട്ടിന്റെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹുബ്സിന്റെ പണിയാണ്. രാവിലെ ആകുമ്പോഴേക്ക് മാർക്കറ്റ് കൊടുക്കണം. രാത്രി ഉറക്കൊഴിച്ചിട്ടുള്ള പണിയാണ്. അങ്ങനെ പണിയെടുക്കുന്നുണ്ട്, കൂടെ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മുഅ്മിനേ, നമ്മളൊക്കെ ജോലിക്കാരാണ്. നമ്മുടെ നാവ് കൊണ്ടുള്ള ജോലിയല്ലല്ലോ. സമയത്തൊക്കെ നാവ് ഫ്രീയാണ്. ഡ്രൈവറെ ദിക്ർ ചൊല്ലി ഡ്രൈവ് ചെയ്യാം. നീ ജോലിക്കാരനാണ്, കമ്പ്യൂട്ടർ വർക്കാണ്, നാവ് ഫ്രീയാണ്, സ്വലാത്ത് ചൊല്ലാം. ഏത് പണിയാണെങ്കിലും നമ്മുടെ നാവ് ഫ്രീ അല്ലേ?
നാവ് ഫ്രീ ആണെങ്കിൽ, ഫ്രീ ഉള്ള ജോലിയൊക്കെ ആണെങ്കിൽ ആ സമയത്തെല്ലാം റബ്ബിനെ നമുക്ക് ഓർക്കാം. ഈ മനുഷ്യൻ റൊട്ടി ഇങ്ങനെ പാകം ചെയ്യുന്നു, ദിക്ർ ഇങ്ങനെ ചൊല്ലുന്നു, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. മഹാനായ അഹ്മദ് തങ്ങൾക്ക് ഉറക്കം ലഭിക്കുന്നില്ല. ഉടനെ തന്നെ മനുഷ്യന്റെ അടുത്ത് ചെല്ലുകയാണ്. എനിക്ക് മോനെ ഉറക്കം ലഭിക്കുന്നില്ല, നീ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് കേട്ടിട്ട് നിന്റെ അടുക്കൽ വന്നതാണ്. എന്തേ ഇത്രയധികം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ കാരണം? ഇത്രമേൽ ഇസ്തിഗ്ഫാറിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ കൂട്ടുകാരാ? എന്തൊരു ഫലമാണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അയാള് പറഞ്ഞു, ഉസ്താദേ, എന്റെ ജീവിതത്തിലെ സർവ്വ നിഅമത്തും എനിക്ക് ഇസ്തിഗ്ഫാർ കൊണ്ട് കിട്ടിയതാണ്. എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ഇസ്തിഗ്ഫാർ കൊണ്ട് കിട്ടിയതാണ്. എനിക്ക് ഇനി ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു, അതും കൂടി സാധിപ്പിച്ചു കിട്ടേണ്ടതുണ്ട്. അതിനും കൂടിയാ ഞാൻ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്. അത് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏതാ മോനെ ആ അനുഗ്രഹം? ഏതാ നിന്റെ ആശ പൂവണിയാനുള്ള ആശ ഏതാണ് അറിയോ? അയാള് പറയാണ്, ഓ ഉസ്താദേ, എന്റെ കണ്ണുകൊണ്ട് മരണത്തിന്റെ മുമ്പ് പണ്ഡിതനായ ആരിഫായ വലിയ ആബിദായ അഹ്മദ് ബിൻ ഹംബലിനെ ഒന്ന് കാണണമെന്ന കൊതിയുണ്ടേ. സുബ്ഹാനല്ലാഹ്, മുമ്പിലാരാ നിൽക്കുന്നത്? മുമ്പിലാരാ നിൽക്കുന്നത്? അഹ്മദ് തങ്ങളാണ്. മോനോട് പറഞ്ഞു, കൂട്ടുകാരാ, ഞാനാണ് അഹ്മദ് ബിൻ ഹംബല്. ഞാൻ തന്നെയാ നീ അന്വേഷിച്ച് കാണാൻ കൊതിച്ച അഹ്മദ് ഞാനാണ്. അയാള് കണ്ണീരോടെ കെട്ടിപ്പിടിക്കുകയാണ്, റബ്ബിന് ശുക്ർ ചെയ്യുകയാണ്. ഇസ്തിഗ്ഫാർ കൊണ്ട് നേടിയ നേട്ടങ്ങൾ പലതാണ്. എല്ലാ ആഗ്രഹങ്ങളും നേടാൻ കഴിയും മുഅ്മിനേ. അതുകൊണ്ടാ മുത്തുനബി രണ്ട് കാര്യം നിങ്ങൾ ചോദിക്കാൻ മറക്കരുത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇത് രണ്ടും നിങ്ങൾക്ക് കൂടാതെ കഴിയാത്തതാണ്, നിർബന്ധമായി പറയേണ്ടതാണ്. രണ്ട് കാര്യം നിങ്ങൾ ചോദിച്ചേ പറ്റൂ. മൂന്നാമത്തത് പറഞ്ഞത് സ്വർഗമാണ്, അസ്അലുക്കൽ ജന്ന. നാലാമത്തത് നരകമോചനമാണ്, വഅഊദു ബിക മിനന്നാർ. ധാരാളമായി ചൊല്ലാം, നമ്മൾ സമയം കണ്ടെത്തണം. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.